ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരിയായ റോണ്ട ബേൺ എഴുതിയ ദി സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ്. അധ്യായം 9, ജീവിതത്തിനുള്ള രഹസ്യം. നീൽ ഡൊണാൾഡ് വാൾഷ്. എഴുത്തുകാരൻ, അന്താരാഷ്ട്ര പ്രഭാഷകൻ, ആത്മീയ സന്ദേശ പ്രചാരകൻ. നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇതാണ് നിങ്ങളുടെ ദൗത്യം എന്ന് ദൈവം എഴുതി വെച്ചിട്ടുള്ള ബ്ലാക്ക് ബോർഡൊന്നും ആകാശത്തില്ല. നീൽ ഡൊണാൾഡ് വാൾഷ് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ജീവിച്ചിരുന്ന സുമുഖനായ വ്യക്തി എന്നെഴുതി വെച്ചിട്ടുള്ള ബ്ലാക്ക് ബോർഡും ഇല്ല. പ്രസ്തുത വാചകത്തിൻ്റെ ബാക്കി ഭാഗം പൂരിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ഞാൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ടത് ആ ബ്ലാക്ക് ബോർഡ് കണ്ടുപിടിക്കുക എന്നതാണ്. അതായത് ദൈവം എനിക്ക് വേണ്ടി എന്താണ് കരുതിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു ബ്ലാക്ക് ബോർഡ് നിലവിലില്ല എന്നതാണ് രസകരം. അതായത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ പറയുന്നുവോ അതുതന്നെയാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. നിങ്ങൾ സ്വയം കൽപ്പിച്ച് നൽകുന്ന ദൗത്യം തന്നെയാണ് നിങ്ങളുടെ ജീവിത ദൗത്യം. അതിന് തീർപ്പു കൽപ്പിക്കുവാൻ ആരും വരികയില്ല, ഇപ്പോഴെന്നല്ല ഒരിക്കലും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ ബ്ലാക്ക് ബോർഡ് നിറയ്ക്കാൻ നിങ്ങൾക്കുപയോഗിക്കാം. നിങ്ങളുടെ ഭൂതകാലത്തിൽ നിങ്ങളുടെ ഭാണ്ഡക്കെട്ട് കൊണ്ടാണ് നിങ്ങളത് നിറച്ചിട്ടുള്ളതെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്നുള്ള എല്ലാറ്റിനെയും മായ്ച്ചു കളയുക. നിങ്ങളെ ഇപ്പോഴുള്ള നിങ്ങളുടെ സ്ഥാനത്ത് എത്തിച്ചതിനും ഒരു പുതിയ തുടക്കത്തിലേക്ക് നയിച്ചതിനും അതിനോട് കൃതജ്ഞതയുള്ളയാളായിരിക്കുക. നിങ്ങളുടെ കൈവശമുള്ളത് ഒന്നും എഴുതാത്ത ഒരു പുതിയ സ്ലേറ്റാണ്. ഇവിടെ വെച്ച് ഈ ക്ഷണം നിങ്ങൾക്ക് ആരംഭം കുറിക്കാം. നിങ്ങളുടെ ആനന്ദം കണ്ടെത്തുക, ജീവിച്ചു തുടങ്ങുക. ജാക്ക് കാൻഫീൽഡ്. ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചേരാൻ എനിക്കൊരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. കാരണം ഞാൻ ജീവിതത്തിൽ ചെയ്യേണ്ടതായ എന്തോ ഒന്നുണ്ടെന്നും ഞാൻ അത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവം എന്നിൽ പ്രസാദിക്കുകയില്ലെന്നും ഉള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ വളർന്നത്. എൻ്റെ പ്രാഥമികമായ ലക്ഷ്യം സന്തോഷമായിരിക്കുക, ആനന്ദം അനുഭവിക്കുക എന്നതാണെന്ന് ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയപ്പോൾ മുതൽ എനിക്ക് ആനന്ദം നൽകുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഒരു കാര്യം നിങ്ങൾക്ക് രസകരമല്ലാതായെങ്കിൽ അത് ചെയ്യരുത്, രസകരമായതല്ലെങ്കിൽ അത് ചെയ്യരുത് എന്നതാണ് എൻ്റെ ചൊല്ല്. നീൽ ഡൊണാൾഡ് വാൾഷ്. ആനന്ദം, സ്നേഹം, സ്വാതന്ത്ര്യം, സന്തോഷം, ചിരി, ഇതൊക്കെയാണ് എല്ലാം. ഒരിടത്തിരുന്ന് 1 മണിക്കൂർ സമയം ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ആനന്ദം അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ചെയ്യുക. ഒരു സാൻഡ്വിച്ച് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആനന്ദം അനുഭവപ്പെടുന്നതെങ്കിൽ അത് ചെയ്യുക. ജാക്ക് കാൻഫീൽഡ്. എൻ്റെ വളർത്തുപൂച്ചയെ ഓമനിക്കുമ്പോൾ ഞാൻ ആനന്ദകരമായ ഒരു മാനസികാവസ്ഥയിലാവുന്നു. ഈ പ്രകൃതിയിലൂടെ നടക്കുമ്പോഴും ഞാൻ ആനന്ദകരമായ മാനസികാവസ്ഥയിലാവുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നും അതേ മാനസികാവസ്ഥയിൽ തന്നെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തുടരുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ലക്ഷ്യമാക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് അനുഭവവേദ്യമാകുന്നു. നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നതുമായ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ സ്വയം ചോദിക്കുക, എന്താണ് എൻ്റെ ആനന്ദം? ആ ആനന്ദം നിങ്ങൾ കണ്ടെത്തുകയും സ്വയം വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആകർഷണ നിയമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആനന്ദകരമായ കാര്യങ്ങളുടെ, ആനന്ദദായകമായ സന്ദർഭങ്ങളുടെ, വ്യക്തികളുടെ, സംഭവങ്ങളുടെ, അവസരങ്ങളുടെ ഒരു ഹിമപ്രവാഹം തന്നെ കൊണ്ടുവരും. കാരണം നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ആനന്ദം പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ജോൺ ഹാഗ്ലി. അതായത് ആന്തരികമായ സന്തോഷമാണ് യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ ഇന്ധനം. ഇപ്പോൾ സന്തോഷമായി ഇരിക്കുക, ഈ ക്ഷണത്തിൽ സുഖാനുഭവത്തിലൂടെ കടന്നു പോവുക.
അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ഈ പുസ്തകം വായിച്ചതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരൊറ്റ കാര്യം അതാണെങ്കിൽ രഹസ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഭാഗം നിങ്ങൾ നേടിക്കഴിഞ്ഞു. ഡോക്ടർ ജോൺ ഗ്രേ നിങ്ങളുടെ സുഖാനുഭവത്തിലേക്ക് എത്തിക്കുന്ന ഏത് കാര്യവും അത്തരം അനുഭവങ്ങളെ നിങ്ങളിലേക്ക് എല്ലായ്പ്പോഴും കൂടുതൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഈ പുസ്തകത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ്. അത് നിങ്ങൾക്ക് സുഖകരമായ അനുഭവങ്ങൾ നൽകുന്നുവെങ്കിൽ അതിനെ സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് സുഖകരമായി അനുഭവപ്പെടുന്നില്ല എങ്കിൽ അതിനെ തള്ളിക്കളയുക. സുഖകരമായ അനുഭവങ്ങൾ നൽകുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അനുരണനങ്ങൾ ഉയർത്തുന്ന മറ്റെന്തെങ്കിലും കണ്ടെത്തുക. രഹസ്യത്തെ സംബന്ധിക്കുന്ന ജ്ഞാനം നിങ്ങൾക്ക് തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും അത് ശരിയാണ്. അതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയാണെങ്കിലും ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ പരമാനന്ദത്തെ പിന്തുടരുക. അപ്പോൾ ഈ പ്രപഞ്ചം ചുമരുകൾ മാത്രമുണ്ടായിരുന്നിടത്ത് നിങ്ങൾക്കായി വാതിലുകൾ തുറന്നു തരും. ജോസഫ് കാമ്പൽ. ലിസ നിക്കോൾസ്. നിങ്ങൾ നിങ്ങളുടെ പരമാനന്ദത്തെ പിന്തുടരുമ്പോൾ ആനന്ദത്തിൻ്റേതായ സുസ്ഥിരമായൊരിടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുമായി ജീവിതം പങ്കുവെക്കുന്നതിൽ നിങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. നിങ്ങളുടെ ഉത്തേജനവും വികാരവും പരമാനന്ദവും മറ്റുള്ളവരിലേക്കും പടർന്നു പിടിക്കുന്നു. ഡോക്ടർ ജോ വിറ്റാലി. മിക്കവാറും മുഴുവൻ സമയവും ഞാൻ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉത്തേജനമേകുന്നവയെ, എന്നിൽ നല്ല വികാരങ്ങൾ ഉണർത്തുന്നവയെ, എനിക്ക് ഉന്മേഷമുളവാക്കുന്നവയെ പിന്തുടരുക എന്നത് ദിവസം മുഴുവൻ ഞാൻ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോബ് പ്രോക്ടർ. ജീവിതം ആസ്വദിക്കൂ. കാരണം ജീവിതം എന്നത് വിശിഷ്ടമാണ്. അതിഗംഭീരമായ ഒരു യാത്രയാണ് ജീവിതം. മേരി ഡയമണ്ട്. നിങ്ങൾ ജീവിക്കാൻ പോകുന്ന വ്യത്യസ്തമായൊരു യാഥാർത്ഥ്യത്തിലായിരിക്കണം. തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതം. എന്നിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർ നിങ്ങളെ നോക്കി ചോദിക്കും. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്കുള്ള ഏക വ്യത്യാസം നിങ്ങൾ ജീവിക്കുന്നത് രഹസ്യം പ്രയോജനപ്പെടുത്തിയാണ് എന്നത് തന്നെയാണ്. മോറിസ് ഗുഡ്മാൻ. മറ്റുള്ളവർ തങ്ങൾക്ക് ചെയ്യാനോ നേടാനോ ആവാനോ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നവയെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനും നേടാനും ആവാനും കഴിയും. ഡോക്ടർ ഫ്രെഡ് അലൻ വോൾഫ്. നാം ഇപ്പോൾ ശരിക്കും ഒരു പുതുയുഗത്തിലേക്ക് മാറുകയാണ്. സ്റ്റാർ ട്രെക്ക് പറയുന്നത് പോലെ ഈ യുഗത്തിൽ പ്രപഞ്ചത്തിൻ്റെ അന്തിമ സീമ ബഹിരാകാശമല്ല, മറിച്ച് അത് നമ്മുടെ മനസ്സ് തന്നെയായിരിക്കും. ഡോക്ടർ ജോൺ ഹാഗ്ലിൻ. നിസ്സീമമായ ശക്തി അന്തർലീനമായിരിക്കുന്ന അതിരറ്റ സാധ്യതക്കുള്ള ഒരു ഭാവി ഞാൻ ദർശിക്കുന്നു. മനുഷ്യ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിയുടെ പരമാവധി 5% മാത്രമേ നാം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ എന്നോർക്കുക. അതിൻ്റെ 100% ഉപയോഗപ്പെടുത്താനാവുക എന്നതാണ് ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമഫലം. മനുഷ്യർ തങ്ങളുടെ മാനസികവും വൈകാരികവുമായ ശക്തിയുടെ 100% പ്രയോജനപ്പെടുത്തുന്ന ഒരു ലോകത്തെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമുക്ക് എവിടെയും പോകാനാവും, എന്തും ചെയ്യാനാവും, എന്തും നേടാനാവും. ശോഭായമനമായ നമ്മുടെ ഭൂലോകത്തിൽ ഈ കാലഘട്ടമാണ് ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ കാലഘട്ടം. അസാധ്യമാണെന്ന് കരുതിയിരുന്നവയെല്ലാം സാധ്യമാക്കുന്നത് നാം കാണാനും അനുഭവിക്കാനും പോകുന്നു. മനുഷ്യപ്രയത്നത്തിൻ്റെ ഓരോ മേഖലകളിലും ഓരോ വിഷയത്തിലും നമ്മുടെ പരിമിതികളെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റി നാം പരിധികളേതുമില്ലാത്തവരാണെന്ന് തിരിച്ചറിയുമ്പോൾ കായികവും ആരോഗ്യവും കലാപരവും സാങ്കേതികവും ശാസ്ത്രീയവും എന്നുവേണ്ട സൃഷ്ടിപരവും സർഗാത്മകവുമായ എല്ലാ മേഖലകളിലേക്കുമുള്ള മനുഷ്യകുലത്തിൻ്റെ
നിസ്സീമമായ പ്രൗഢിയും ഗാംഭീര്യവും നമുക്ക് അനുഭവവേദ്യമാവും. നിങ്ങളുടെ മഹത്വത്തെ പുണരുക. ബോബ് പ്രോക്ടർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളോടും കൂടി നിങ്ങളെ കാണുക. എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളോട് പറയുന്നത് അതാണ്. എല്ലാ മഹത്തായ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും ഉത്കൃഷ്ടരായ എല്ലാ നേതാക്കളും ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ അവതാര പുരുഷന്മാരും എല്ലാം അതുതന്നെയാണ് പറയുന്നത്. തിരികെ പോയി ഈ വിജ്ഞന്മാരെ നന്നായി അറിയാൻ ശ്രമിക്കുക. അവരിൽ കുറേയേറെ പേരെ ഈ പുസ്തകത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കിയവരാണ്. അവർ രഹസ്യം അറിഞ്ഞവരാണ്. ഇനി നിങ്ങൾ ഇത് മനസ്സിലാക്കുക. അതിനെ കൂടുതൽ ഉപയോഗിക്കുന്തോറും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. നിങ്ങളിൽ അന്തർലീനമായ ആ ശക്തിയെ നിങ്ങൾ അധികമായി ഉപയോഗിക്കുന്തോറും അത് കൂടുതലായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഇതിനുവേണ്ടി പ്രത്യേക പരിശീലനമൊന്നും ആവശ്യമില്ലാത്ത നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. കാരണം അപ്പോഴേക്കും നിങ്ങൾ സ്വയം ആ ശക്തി, ആ പരിപൂർണത, ആ ജ്ഞാനം, ആ ദിഷണ, ആ സ്നേഹം, ആ ആനന്ദം എല്ലാമായി മാറിയിരിക്കും. ലിസ നിക്കോൾസ്. സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള എല്ലാ അർഹതയും നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്കുള്ളിലിരുന്ന് ആരോ തുടർച്ചയായി കൊണ്ടിരുന്നതിനാൽ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൻ്റെ നിർണായകമായ ഈ വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നത്. ഈ ലോകത്തിലേക്ക് എന്തെങ്കിലും പുതിയതായി കൂട്ടിച്ചേർക്കാൻ, ചില മൂല്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ജന്മമെടുത്തിട്ടുള്ളത്. ഇന്നലത്തേതിനേക്കാൾ മെച്ചപ്പെട്ടതും ഉത്കൃഷ്ടവുമായ എന്തെങ്കിലും ആയിത്തീരാൻ വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ ഇതുവരെ കടന്നുവന്ന ഓരോ കാര്യവും, ഇതുവരെ കടന്നുവന്ന ഓരോ നിമിഷവും ഇപ്പോൾ ഈ ക്ഷണത്തിനു വേണ്ടി നിങ്ങളെ സജ്ജമാക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നേടിയ അറിവ് കൊണ്ട് ഈ ദിവസം മുതൽ മുന്നോട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നൊന്ന് വിഭാവനം ചെയ്തു നോക്കൂ. നിങ്ങളുടെ വിധിയുടെ സ്രഷ്ടാവ് നിങ്ങൾ തന്നെയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്കിനി എന്തെല്ലാം ചെയ്തു തീർക്കാനുണ്ട്, എന്തെല്ലാമായി തീരാനുണ്ട്. കേവലം നിങ്ങളുടെ ഈ അസ്തിത്വം ഒന്നുകൊണ്ട് മാത്രം ഇനിയും എത്ര ആളുകൾക്ക് അനുഗ്രഹം നൽകാനുണ്ട്. ഈ ക്ഷണം നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? ഈ നിമിഷത്തെ എങ്ങനെയാണ് നിങ്ങൾ കൈയടക്കാൻ പോകുന്നത്? നിങ്ങളുടെ നൃത്തം മറ്റാർക്കും ആടാനാവില്ല. നിങ്ങളുടെ പാട്ട് പാടാൻ മറ്റാർക്കുമാവില്ല. നിങ്ങളുടെ കഥ എഴുതുവാൻ മറ്റാർക്കുമാവില്ല. നിങ്ങൾ ആരാണ്, എന്തു ചെയ്യുന്നു എന്നത് ഈ ക്ഷണത്തിലാണ് തുടങ്ങുന്നത്. മൈക്കൽ ബെർണാഡ് ബെക്ക്വിത്ത്. നിങ്ങൾ ഒരു മഹത് വ്യക്തിത്വമാണെന്ന്, നിങ്ങളിൽ അതിമഹത്തായ ചിലതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചു എന്നതല്ല കാര്യം. നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് എത്ര ചെറുപ്പമെന്നോ മുതിർന്നയാളെന്നോ കരുതുന്നു എന്നതും പരിഗണനീയമല്ല. നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുന്ന മാത്രയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒന്ന്, നിങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഈ ലോകത്തേക്കാൾ ഉത്കൃഷ്ടമായ ഈ ശക്തി മറനീക്കി പുറത്തു വരാൻ തുടങ്ങും. അത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കും. അത് നിങ്ങൾക്ക് ഭക്ഷണം നൽകും, വസ്ത്രം നൽകും. അത് നിങ്ങളുടെ വഴികാട്ടിയാവും, നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളെ നിയന്ത്രിക്കും, നിങ്ങളുടെ അസ്തിത്വത്തെ തന്നെ നിലനിർത്തും. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ മാത്രം. ഇപ്പോൾ തീർച്ചയായും ഞാനതറിയുന്നു. ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ ചുറ്റിക്കറങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. മഹാസമുദ്രങ്ങൾ അലയടിച്ചുയരുകയും താഴുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പക്ഷികൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പാടുന്നത്. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ കാണുന്ന മനോഹരമായ വസ്തുക്കൾ ഓരോന്നും, നിങ്ങൾ അനുഭവിക്കുന്ന അത്ഭുതകരമായ സംഗതികൾ ഓരോന്നും ഉണ്ടായത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ചുറ്റും ഒന്ന് നോക്കൂ. നിങ്ങളെ കൂടാതെ ചുറ്റുമുള്ള ഒന്നിനും നിലനിൽപ്പില്ല. നിങ്ങൾ ആരാണ് എന്നതിനെക്കുറിച്ച് ഇതുവരെ നിങ്ങൾ കരുതിയിരുന്നത് എന്തു തന്നെയായിരുന്നാലും യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന സത്യം നിങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനാണ് നിങ്ങൾ. ഈ സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശി. നിങ്ങൾ ജീവിതത്തിൻ്റെ പരിപൂർണതയാണ്. ഇപ്പോൾ നിങ്ങൾക്ക്
രഹസ്യം അറിയാം. ആനന്ദം നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ. ഇതുവരെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും ഇനി ഉണ്ടാവാൻ പോകുന്നതുമായ എല്ലാറ്റിൻ്റെയും ഉത്തരമാണ് രഹസ്യം. റാൽഫ് വാൾഡോ എമേഴ്സൺ. രഹസ്യം രത്നച്ചുരുക്കം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബ്ലാക്ക് ബോർഡ് നിറയ്ക്കാൻ നിങ്ങൾക്കുപയോഗിക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഒരേയൊരു കാര്യം ഈ ക്ഷണത്തിൽ സുഖാനുഭവത്തിലൂടെ കടന്നു പോവുക എന്നതും മാത്രമാണ്. നിങ്ങളിൽ അന്തർലീനമായ ശക്തിയെ നിങ്ങൾ അധികമായി ഉപയോഗിക്കും തോറും അത് കൂടുതലായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഇപ്പോഴാണ് നിങ്ങളുടെ മഹത്വത്തെ പുണരാനുള്ള സമയം. അത്യന്തം ശോഭയമാനമായ ഒരു യുഗത്തിലാണ് നാം ഇപ്പോൾ. നമ്മളെ പരിമിതിപ്പെടുത്തുന്ന ചിന്തകളെ നാം ഉപേക്ഷിച്ചാൽ സൃഷ്ടിപരവും സർഗാത്മകവുമായ എല്ലാ മേഖലകളിലും മനുഷ്യകുലത്തിൻ്റെ യഥാർത്ഥ മഹത്വം നാം തിരിച്ചറിയും. നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നതെന്താണെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ സ്വയം ചോദിക്കുക, എന്താണ് എൻ്റെ ആനന്ദം? ആ ആനന്ദം നിങ്ങൾ കണ്ടെത്തുകയും സ്വയം വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആനന്ദകരമായ കാര്യങ്ങളുടെ ഒരു ഹിമപ്രവാഹത്തെ തന്നെ ആകർഷിക്കും. കാരണം നിങ്ങൾക്ക് ചുറ്റും ആനന്ദം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രഹസ്യത്തെ സംബന്ധിക്കുന്ന ജ്ഞാനം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നത് പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും അത് ശരിയാണ്. ആ ശക്തി ഇപ്പോൾ നിങ്ങളുടേതാണ്. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.